കേരള ലോ എൻട്രൻസ് എക്സാമിന് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ റീസണിങ് ഈ ഒരു ടോപ്പിക്ക് എങ്ങനെ പഠിക്കണം അതാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. 3 ഇയർ LLBയും 5 ഇയർ LLBയും പുതിയ പാറ്റേൺ എക്സാമിൻ്റെ പുതിയ പാറ്റേൺ പ്രകാരം 15 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. 120 ക്വസ്റ്റ്യൻസിൽ 15 ക്വസ്റ്റ്യൻസ് ആണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ റീസണിങ്ങിൽ നിന്ന് വരുന്നത്. ഈ 15 ക്വസ്റ്റ്യൻസും നമ്മൾ നിർബന്ധമായിട്ടും ഫുള്ള് സ്കോർ ചെയ്യണം. 2024 കേരള ലോ എൻട്രൻസ് എക്സാമിന് ഈ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ റീസണിങ് അതിൽ അരിത്തമെറ്റിക് പ്രോബ്ലംസ് ഏതൊക്കെ ടോപ്പിക്സിൽ നിന്ന് വന്നു നോക്കാം. അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു, ആവറേജിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു, LCM HCF, വർക്ക് ടൈം, റേഷ്യോ, ഡിവിസിബിലിറ്റി, നമ്പർ സീരീസ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്നെല്ലാം 2024 കേരള ലോ എൻട്രൻസ് എക്സാമിന് 5 ഇയർ LLBയും 3 ഇയർ LLBയും ഏകദേശം വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല, ഒരേപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. ഈ ഒരു ടോപ്പിക്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്സ് പഠിക്കണം. ഈ ടോപ്പിക്സ് ഇതുമല്ല, ബാക്കി എക്സ്ട്രാ ടോപ്പിക്സുകളുണ്ട്, പെർസെൻറ്റേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നില്ല, ഇനിയുള്ള എക്സാമുകൾക്ക് വരാം. അപ്പോൾ ഈ ടോപ്പിക്കുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാനൊരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റിൽ കേരള ലോ എൻട്രൻസ് എക്സാം അരിത്തമെറ്റിക് പ്രോബ്ലംസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആ പ്ലേലിസ്റ്റിൽ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് നിങ്ങൾ കാണുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു കേരള ലോ എൻട്രൻസ് എക്സാമിന് ഗൈഡ് ഇറക്കിയിട്ടുണ്ട്, മാത്സ് ഗൈഡുണ്ട്. മാത്സ് ഗൈഡിൽ, അതായത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ റീസണിങ്, ആ ഗൈഡുണ്ട്. ആ ഗൈഡിൽ തന്നെയാണ് ഇംഗ്ലീഷ് ഗ്രാമറും അതുപോലെ തന്നെ 2024 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഗൈഡ് നിങ്ങൾക്ക് നോക്കാം. കാരണം ആ ഗൈഡിൽ ഞാൻ ഇറക്കിയ ആ ഗൈഡിൽ അരിത്തമെറ്റിക് പ്രോബ്ലംസ് തന്നെ ഒരു 383 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 383 ക്വസ്റ്റ്യൻസ് ഞാൻ ആ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ആ പ്ലേലിസ്റ്റ് കേരള ലോ എൻട്രൻസ് എക്സാം അരിത്തമെറ്റിക് പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് ആ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാം. ആ വീഡിയോസ് കാണുക. പ്ലസ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എൻ്റെ ഗൈഡിലെ 383 ക്വസ്റ്റ്യൻസ്. ഇപ്പം എൻ്റെ ഗൈഡ് വാങ്ങിയ സ്റ്റുഡൻസിന് അങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇനി അതല്ല, നിങ്ങളുടെ കയ്യിൽ വേറെ ഗൈഡോ കാര്യങ്ങളാണെങ്കിൽ ആ ഗൈഡിലെ ക്വസ്റ്റ്യൻസിൻ്റെ അത് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ എത്രത്തോളം കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്കിത് എളുപ്പമാവും. അപ്പം ഇത് ഈ 15 മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അരിത്തമെറ്റിക് ഭാഗം സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ്സുകൾ കാണുക, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതിനാണ് ആ ഗൈഡിൽ ഞാൻ ഇത്രത്തോളം 383 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ എണ്ണി നോക്കിയിരുന്നു, 383 ക്വസ്റ്റ്യൻസ് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് അരിത്തമെറ്റിക് പ്രോബ്ലംസ് ആയിട്ട്. അപ്പോൾ അത് ഫുള്ള് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതുപോലെ അടുത്തത് നമുക്ക് നോക്കേണ്ടത് ലോജിക്കൽ റീസണിങ് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ളതാണ്. ഞാൻ നോക്കിയപ്പം 2024 കേരള ലോ എൻട്രൻസ് എക്സാം 3 ഇയർ LLBയും 5 ഇയർ LLBയും നോക്കുമ്പോൾ ലെറ്റർ സീരീസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഡയറക്ഷൻ സെൻസ് ടെസ്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് കൺക്ലൂഷൻ, അനാലജി, അതേപോലെ കോഡിങ്, ഡീകോഡിങ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ് 2024 എൻട്രൻസ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നത്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം എൻ്റെ ചാനലിലാണെങ്കിൽ കേരള ലോ എൻട്രൻസ് എക്സാം ലോജിക്കൽ റീസണിങ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. പ്ലസ് ഗൈഡിൽ ഞാൻ ഇതേപോലെ തന്നെ 268 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലോജിക്കൽ റീസണിങ്ങിന് മാത്രമായിട്ട് 268 ക്വസ്റ്റ്യൻസ്. അപ്പം 383 ക്വസ്റ്റ്യൻസ് അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസും ലോജിക്കൽ റീസണിങ് 268 എണ്ണവും. ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ ആ ഗൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഗൈഡ് ഇറക്കാൻ തന്നെ കാരണം ഇത്രയും കണ്ടൻസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. അതായത് ക്ലാസ്സുകൾ നോക്കി പഠിക്കുക, പ്ലസ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഗൈഡിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ ക്ലാസ്സസും കാണാം. ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ ശ്രമിക്കാം, സമയം അനുസരിച്ച് നോക്കാം. ഇതേപോലെ ഇതിലെ കുറച്ച് ടോപ്പിക്സുകളെ ഞാൻ കവർ ചെയ്തിട്ടുള്ളൂ, ഇനിയും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാനുണ്ട്. ആ ക്ലാസ്സുകൾ ഈ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ റീസണിങ്ങിലെ ടോപ്പിക്കുകൾ ഞാൻ എടുക്കാൻ ശ്രമിക്കാം എന്തായാലും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ 15 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഈ ഭാഗത്തു നിന്ന് വരുന്ന 15 ക്വസ്റ്റ്യൻസ് നമുക്ക് ഫുള്ള് കിട്ടിയിരിക്കണം. ഇത് മറ്റ് സബ്ജക്റ്റുകളെ കമ്പയർ ചെയ്യുമ്പം ഇത് എളുപ്പമാണ്. ഇപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും, ആവറേജിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും എന്നറിയാം. അപ്പോൾ നമുക്ക് ആ ഒരു ഏകദേശം നമുക്ക് കുറച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ LCM HCF, വർക്ക് ടൈം സ്ഥിരം ചോദിക്കുന്നതാണ്, വർക്ക് ടൈമിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരുന്ന അറിയാം. അപ്പോൾ നമ്മൾ ഡെപ്തിൽ പഠിച്ചാൽ മതി.
ഇപ്പം മറ്റ് GKയോ ലീഗൽ സ്റ്റഡീസോ പോലെയല്ല. ഇത് നമുക്കൊരു സ്കോപ്പ് ഉണ്ട്. ഇതിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരും, മിക്കവാറും വരണം, ചാൻസ് കൂടുതലാണ്. മറ്റേ GKയും ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്നാലും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ ഓരോ ടോപ്പിക്കുകളും നന്നായിട്ടിരുന്ന് അതിൻ്റെ തിയറി പഠിക്കുക. തിയറി ക്ലാസ്സുകളാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. തിയറി പഠിക്കുക, പ്ലസ് എന്ത് ചെയ്യുക, ഗൈഡിലെ ക്വസ്റ്റ്യൻസ് ഇത്രയും എണ്ണം കൂട്ടണം. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇനി ആ ഗൈഡ് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അത് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗൈഡ് വാങ്ങാം. ഗൈഡ് വാങ്ങിയ സ്റ്റുഡൻസ് ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക.